ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു അടിപൊളി ഫിഷ് മസാല പൗഡറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ സാധാരണ കടയിൽ നിന്നാണല്ലോ ഫിഷ് മസാല പൗഡറൊക്കെ വാങ്ങാറ്. ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കിയാൽ വളരെ കാലം ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഈ പൗഡർ കൊണ്ടുണ്ടാക്കിയ ഒരു മീൻകറിയുടെ റെസിപ്പിയും ഇതിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. ഇത് വെച്ചുണ്ടാക്കിയിരിക്കുന്നത് പരവ കൊണ്ടുള്ള ഒരു മീൻകറിയാണ്. അടിപൊളി ടേസ്റ്റുള്ള ഒരു മീൻകറിയായിരുന്നു. അപ്പോൾ എല്ലാവരും ഈ മസാല പൗഡർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അത് നമുക്ക് കുറേ കാലം നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണിത്. അപ്പം എല്ലാവരും ഇതൊന്ന് കണ്ടു നോക്കൂ. ഈ മസാല പൗഡർ എങ്ങനെ ഉണ്ടാക്കിയെങ്കിൽ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ മസാല പൗഡർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 9 ടീസ്പൂൺ, അതായത് 3 ടേബിൾ സ്പൂൺ മല്ലിയാണ് എടുത്തിരിക്കുന്നത്. ഒരു ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ പെരിഞ്ചീരകം, 1 ടീസ്പൂൺ ഉലുവ, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ 1 ടീസ്പൂൺ കടുക്, പിന്നെ ഒരു 15 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അത് 1 ടേബിൾ സ്പൂണിന് 5 എണ്ണം വെച്ച് 15 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിടി കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഗ്രാമ്പൂ, പട്ട ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ പക്ഷേ അത് രണ്ടും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഇറച്ചി മസാലയുടെ ഒരു ഫ്ലേവറായി പോയാലോ എന്ന് കരുതി ഞാനത് ചേർത്തിട്ടില്ല. വേണമെങ്കിൽ 2 ഗ്രാമ്പൂ വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം എല്ലാം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. കറിവേപ്പില എടുത്ത് നമ്മളൊന്ന് ഞെരടി നോക്കുമ്പോൾ പൊടിഞ്ഞു വന്നാൽ ഇതിൻ്റെ പരുവാണ് കേട്ടോ. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മുടെ മസാലയൊക്കെ റെഡിയായി. ഈ സമയത്ത് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡറാണ്, അതൊരു 3 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ ആ ചട്ടിയുടെ ചൂടിലിരുന്നൊന്ന് ചൂടായി കിട്ടണം. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിരിക്കുകയാണ്. പൊടികളൊക്കെ ഒന്ന് ചൂടായി വരട്ടെ. ഇതും കൂടെ ചൂടായതിന് ശേഷം നമുക്ക് തണുത്തതിന് ശേഷം ഇത് പൊടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മിക്സെല്ലാം തണുത്ത് വന്നിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതൊന്ന് പൊടിച്ചു കൊണ്ടുവരാം. നന്നായിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചു കൊണ്ടുവരാം. പൊടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, അടിപൊളി സ്മെല്ലാണ് കേട്ടോ. നല്ല മണം വരുന്നുണ്ട്. നല്ലൊരു മീൻകറിയുടെ മണമാണ് കേട്ടോ. ഇത് തണുക്കുമ്പോൾ നമുക്കിതൊരു ബോട്ടിലിലേക്ക് മാറ്റാം. അപ്പം ഞാനിത് ഒരു ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു 3/4 ഭാഗം കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു ഒരാഴ്ചയെങ്കിലും നമുക്ക് എടുക്കാൻ സാധിക്കും കേട്ടോ. ഇനി ഈ പൗഡർ കൊണ്ടുള്ള ഒരു കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് കുറച്ച് പരവ മീനാണ് എടുത്തിരിക്കുന്നത്. തല വേറെ ആക്കി ഇങ്ങനെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചാണ് നമ്മളിന്ന് ഇവിടെ കറി തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ ഈ മസാല ഉപയോഗിച്ചുള്ള കറി തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കറി തയ്യാറാക്കാനുള്ള ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയൊന്ന് പൊട്ടി വരട്ടെ. ഉലുവയൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഒന്ന് മൂത്ത് വരണം. ഇഞ്ചി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു 10-15 അല്ലി ചെറിയ ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി ഒന്ന് മൂത്ത് വരട്ടെ, ഒന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി ചതച്ച് വെച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ കറി എളുപ്പത്തിന് വെക്കാനായിട്ട് പെട്ടെന്ന് ചതച്ചെടുത്തതാണ്. ഇങ്ങനെ ചതച്ച് വെച്ച് കഴിഞ്ഞാൽ കറി ഒന്ന് നല്ല ഒന്ന് കുറുകി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ ഉള്ളി ചതച്ചെടുത്തിരിക്കുന്നത്. അപ്പം ഉള്ളി ആ ഇഞ്ചിയുടെ കൂടെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരണം. അതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പൊടികളെല്ലാം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മുടെ മസാല പൗഡർ ഉണ്ടല്ലോ, നമ്മൾ തയ്യാറാക്കിയ മസാല പൗഡർ, അതൊരു 2 ടീസ്പൂണിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മസാല പൗഡർ നമ്മൾ വറുത്ത് പൊടിച്ചുകൊണ്ട് ഇതിന് ഒരുപാട് മൂപ്പിക്കേണ്ട കാര്യമില്ല. ഈ സമയത്ത് ഒരു തക്കാളി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തക്കാളി ഒന്ന് വാടി വരട്ടെ. ആ സമയത്ത് ഒരു 3 കുടംപുളിയാണ്, അതൊരു 5-6 കഷ്ണങ്ങളാക്കിയതാണ് അതിലേക്ക് ഇട്ട് കൊടുത്തത്.
ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അരപ്പെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. നല്ലൊരു മണമൊക്കെ വരും കേട്ടോ. ഈ സമയത്ത് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഞാൻ കൺസിസ്റ്റൻസി നോക്കിയപ്പോൾ കുറച്ച് വെള്ളം കൂടെ ആവാമെന്ന് കരുതി അങ്ങനെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെയും ചാറിൻ്റെ കൺസിസ്റ്റൻസി എന്താണോ അതനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. തിളച്ച് വരട്ടെ. അപ്പം നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന മീനുണ്ടല്ലോ, മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ല പച്ച മീനാണ് കേട്ടോ. പച്ച മീനായതുകൊണ്ട് ഉടഞ്ഞൊന്നും പോകത്തില്ല. മീനെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു സ്പൂൺ കൊണ്ടുവന്ന് ആ ചാറിനുള്ളിലേക്ക് താഴ്ത്തി കൊടുക്കാം. അതിനുശേഷം വീണ്ടും നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. മീനൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കി. മീനൊക്കെ ഏകദേശം വേവായിട്ടുണ്ട്. എങ്കിലും കുറച്ചും കൂടെ ഒന്ന് വറ്റണമെന്ന് തോന്നി. അപ്പോൾ വീണ്ടും ഞാൻ എന്ത് ചെയ്തു, ഒന്ന് മൂടി വെച്ച് കൊടുത്തു കേട്ടോ. വീണ്ടും ഒരു 3 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മീനൊക്കെ വെന്ത് കറിയൊക്കെ കുറച്ചും കൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ ചട്ടിയിലിരുന്ന് തന്നെ ഇത് കുറച്ചൊന്ന് കുറുകി കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൽ ഇനി ഞാൻ വേണമെങ്കിൽ നമുക്ക് കുറച്ച് എണ്ണ ചേർക്കാൻ, വേണ്ട അപ്പോൾ ആവശ്യത്തിന് എണ്ണയുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്താൽ മാത്രം മതി. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഫിഷ് മസാല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഹൈപ്പ് കൂടി ചെയ്യുക. ഓക്കെ, താങ്ക് യു.